ആയുർവേദം, ജ്യോതിഷം തുടങ്ങി സമസ്ത ഭാരതീയ ശാസ്ത്രങ്ങളിലും സംസ്കൃത ഭാഷ ഉൾക്കൊള്ളുന്ന മറ്റനേകം വിജ്ഞാന കലാശാഖകളിലും മഹാകവി കുട്ടമത്ത് ഉൾപ്പെടെ നിരവധി പ്രതിഭാശാലികൾക്ക് ജന്മം നൽകിയ കുന്നിയൂർ തറവാട്ടിന്റെ മക്കൾ രൈരോത്ത് കുന്നിയൂർ കുടുംബ സംഗമം 2024 വിവിധ പരിപാടികളോടെ നടന്നു. പരിപാടി KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 22 ഞായറാഴ്ച വടകര ബസ് സ്റ്റാൻഡിനടുത്തുള്ള ക്രിസ്റ്റൽ സ്യൂട്ടിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വിവിധ സാംസ്കാരിക കലാപരിപാടികളോടെയാണ് കുടുംബസംഗമം ആഘോഷിച്ചത്. TP ഹരിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത ചരിത്രകാരനും സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവും കുന്നിയൂർ കുടുംബാംഗവും മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആയിരം കുടുംബങ്ങൾ കൂടിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ സംസ്കാരം ഉണ്ടാക്കുന്നത്. ആ സംസ്കാരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സംസ്കാരം ഉണ്ടാക്കിയ കുടുംബമാണ് നമ്മുടെ ഈ ചെറിയ കുടുംബം. ഈ ചെറിയ കുടുംബത്തിൽ ഒരുപക്ഷെ വെറു വന്നാലും മക്കളും എല്ലാമായിട്ടൊരു 200-300 ആളുകളുണ്ട്. ആ കുടുംബം എന്ത് ചെയ്യും? അടിസ്ഥാനപരമായിട്ട് അവിടെ നിന്നാണ് എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ആ ജനിയോളജിക്കൽ ടേബിൾ കേരളത്തിലെ ഒരൊറ്റ നായർ കുടുംബത്തിന് അങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടാക്കാം. രാജകുടുംബം കണ്ടു കഴിയും. കൊച്ചി രാജാവാവട്ടെ, കോലത്തിരിയാവട്ടെ, സാമൂതിരിപ്പാടാവട്ടെ, എല്ലാം കഴിയും. തിരുവിതാംകൂർ രാജാവ്. പക്ഷെ ഒരു നായർ കുടുംബം കയറി വന്നാലും ഞാൻ എൻ്റെ ഗവേഷണങ്ങളിലെല്ലാം ശ്രദ്ധിച്ചത് 4 കുടുംബം 5 കുടുംബം അതിനപ്പുറം അവർക്ക് പോകാൻ കഴിയില്ല. ഈ കുടുംബത്തിന് ഒരുപക്ഷെ ഞാൻ ഓർമ്മിക്കുകയാണ്, 1980-കൾക്ക് മുമ്പ് തന്നെ ഇതെൻ്റെ കയ്യിൽ കിടക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല. പ്രകാശത്തിൻ്റെ അച്ഛൻ കരുണാകരൻ മാമൻ എന്നെ മെഡിക്കറ്റ് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി ഇത് ഞാൻ സഞ്ചരിക്കുന്ന ദിക്കുകളിലെല്ലാം എൻ്റെ പെട്ടിയിൽ ഭദ്രമായിട്ട് ഇത് നടക്കുക. പക്ഷെ പിന്നീടൊരു അവസരം എനിക്കിതിനെ ഉപയോഗപ്പെടുത്തി ഇതിലെ സംസ്കൃത പഠിത്തന്മാരാരാണ്, വൈദ്യന്മാരാരാണ്, സാധാരണ ഭൂപ്രഭുത്വത്തിലേക്കുള്ളവരാരാണ്, ഇതെല്ലാം ഇതാക്കിക്കൊണ്ട് ഈ കുട്ടമത്ത് ഒരു കണാരമാവൻ തന്നെ എന്നോട് പല കഥകളും പറയും. അപ്പോൾ പല കഥകൾ പറയുമ്പോൾ അമ്മാവൻ്റെ ആധുനിക ചരിത്രമല്ല വിഷയം, കുടുംബത്തിൻ്റെ ചരിത്രം അറിയാം. ഉള്ളൂർ മുതൽ അത് വ്യാഖ്യാനിച്ചതറിയാം, വലിയ കവികളെ പറ്റിയിട്ട് ഇതെല്ലാം പറയുമ്പോഴും ഇവിടെ ടിപ്പുവിൻ്റെ അടുക്കെന്നാണ് നമുക്ക് ആമീൽദാരി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ആമീൽദാരി എവിടുന്ന് ടിപ്പു കൊടുക്കാൻ കഴിയും നോക്കി വരുമ്പോൾ 1789 ടിപ്പു കോഴിക്കോട് വരികയും അവിടെ നിന്ന് പയ്യന്നൂരേക്ക് ജൈത്രയാത്ര നടത്തുകയും അതിൽ നിന്ന് എനിക്ക് ട്രേസ് ചെയ്യാൻ. അത് തന്നെയാണ് ഈ അമ്മാവൻ പറയുന്നത്. ടിപ്പുവായിട്ട് ബന്ധമുള്ളതും ഒരുപക്ഷെ അതിന് അമ്മാവൻ പറയുന്ന കാലം 300-400 കൊല്ലമായിരുന്നു. ഒരുപക്ഷെ ടിപ്പുവിൻ്റെ കാലം അറിയാത്തതുണ്ടായിരുന്നു. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മുൻ ചരിത്ര വിഭാഗം തലവൻ പ്രൊഫസർ MT നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി. YMC സുകുമാരൻ, ശരത് പടിമാളിക, രാജേഷ് കോളിയൂട്ട്, രാമചന്ദ്രൻ ഹരിപുരം, ജയറാം പ്രകാശ് തിമിരി, സുധാകരൻ കല്ലാക്കോവിലകം, ഭവാനി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോപകുമാർ കോവുക്കൽ സ്വാഗതവും ജയപ്രകാശ് കണ്ണംകൈയിൽ നന്ദിയും പറഞ്ഞു.